ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഗംഭീരമായിട്ട് ഓണപരീക്ഷയ്ക്ക് നമ്മുടെ ഫിസിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന കാര്യം എനിക്കറിയാം. സോ നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ എങ്ങനെയാണ് ഇതിന്റെ എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ചെടുക്കുക എന്ന കാര്യമാണ്. ചോദ്യങ്ങളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളുമാണ് ഈ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. ഒട്ടും ലേറ്റ് ആക്കാത്ത കാര്യങ്ങളിലോട്ട് കടക്കാം. എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. സിമിലവേ ഏറ്റവും അവസാനം ഒരു കമന്റ് ഇടാനും ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ മക്കളെ. തുടങ്ങിയാലോടാ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് തന്നെയാണ്, പ്രകാശ പ്രകീർണനം. എന്താണ് ഈ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഇവിടെ ഒരു പ്രിസം ഉണ്ട് അല്ലെ, ഒരു ഗ്ലാസ് പ്രിസം കാണാൻ പറ്റും. ഒരു വൈറ്റ് ലൈറ്റ് ഈ ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് വ്യത്യസ്തമായ കളറുകളായിട്ട് മാറുന്നു. ഇത് തന്നെയാണ് ഡിസ്പേർഷൻ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് കാണുന്നുവോ ഇത് തന്നെയാണ് പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് പറയുക. ഒരു വൈറ്റ് ലൈറ്റ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളായിട്ട് മാറുന്ന ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ എന്ന് പറയുക. When a white light or composite light is passed through a prism, it is split into its constituent colors. അതായത് ഒരു ധവളപ്രകാശം അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ്, സൂര്യപ്രകാശമായിട്ട് നമുക്ക് ഇവനെ എടുക്കാം. അവൻ ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായ നിറങ്ങളായിട്ട് ഈ പറയുന്ന വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ആവുന്ന പ്രതിഭാസത്തിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുക. ഏതൊക്കെ കളേഴ്സ് ആണ്? വിബ്ജിയോറിനകത്ത് നിങ്ങൾക്കറിയുന്ന എല്ലാ നിറങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ റെഡ് ആണ് ഏറ്റവും മുകളിലുള്ളത്, വയലറ്റ് ആണ് ഏറ്റവും താഴെയുള്ളത്. അതിന്റെ കാരണം എന്താണ്? റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ലാംഡ കൂടുതലാണ്, വേവ് ലെങ്ത് തരംഗദൈർഘ്യം കൂടുതലാണ്. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. സോ വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ അഥവാ വ്യതിയാനം കുറവായിരിക്കും. വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റിന് ഡീവിയേഷൻ അഥവാ വ്യതിയാനം കൂടുതലായിരിക്കും. അത് മനസ്സിലാക്കുക കേട്ടോ. സോ കൂടുതൽ ഡീവിയേറ്റ് ചെയ്തതാണ്, ഇങ്ങോട്ട് വളഞ്ഞു വന്നത് വയലറ്റ് ആണ്. സോ കൂടുതൽ വ്യതിയാനം സംഭവിച്ച വയലറ്റിനാണ്, കാരണം അവന് തരംഗദൈർഘ്യം കുറവാണ്. ഏറ്റവും കുറഞ്ഞ വ്യതിയാനം സംഭവിച്ചത് ആർക്കാണ്? അത് റെഡിനാണ്, ചുവപ്പിനാണ്, കാരണം അവന് വേവ് ലെങ്ത് കൂടുതലാണ്. ഇത് മനസ്സിലാക്കി വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഫൈൻ. ഇവിടെ നമ്മൾ കടത്തിവിടുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ്. അതിനൊരു ഉദാഹരണം മറ്റൊരു ലൈറ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ്. ഈ പറയുന്ന പ്രകാശങ്ങളുടെ പ്രത്യേകത, അവന്മാരിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രകാശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന്മാരിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പച്ച ലൈറ്റ് കടത്തിവിട്ടാൽ ഇതുപോലെ ആവൂല. വൈറ്റ് ലൈറ്റ് കടത്തിവിടുമ്പോൾ അല്ലെങ്കിൽ സൺലൈറ്റ് കടത്തിവിടുമ്പോഴാണ് ഇതുപോലെ ഡിസ്പേർഷൻ സംഭവിക്കുക എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അതിന് കാരണം ആ വൈറ്റ് ലൈറ്റും സൺലൈറ്റും ഒക്കെ ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കും? കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വത പ്രകാശം എന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ സാധിക്കും. അവയിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്മാരെ എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് ലൈറ്റ് അഥവാ സമന്വത പ്രകാശം എന്ന് പറയുക. അതിനുദാഹരണം വൈറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ സൺലൈറ്റ്, ധവളപ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശങ്ങളാണ് ഈ കോമ്പോസിറ്റ് ലൈറ്റിന് ഉദാഹരണം എന്ന് പറയുക. പഠിച്ചു വെക്കുക. അടുത്തത് വേവ് ലെങ്ത്തിന്റെ ഓർഡർ ആണ്. ഓരോ നിറങ്ങളുടെ വേവ് ലെങ്ത് കൃത്യമായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ മനഃപ്പാഠം പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ് എന്ന കാര്യം മനസ്സിലാക്കിയാൽ മതി. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, ലാംഡയുടെ വാല്യൂ കുറവാണ്. റെഡിന് വേവ് ലെങ്ത് നോക്കിക്കേ, കൂടുതലാണ്. റെഡിന്റെ വേവ് ലെങ്ത് 620 മുതൽ 750 വരെയാണ്. പക്ഷെ വയലറ്റിനാണെങ്കിലോ 380 മുതൽ 440 വരെ ഉള്ളൂ. സോ വേവ് ലെങ്ത് ആർക്ക് കുറവാണ്? വയലറ്റിന് കുറവാണ്. അതുപോലെ തന്നെ റെഡിന് കൂടുതലാണ് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. വേവ് ലെങ്ത് കുറഞ്ഞാൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും, വ്യതിയാനം കൂടുതലായിരിക്കും. വേവ് ലെങ്ത് കൂടിയാൽ ഡീവിയേഷൻ കുറവായിരിക്കും, വ്യതിയാനം കുറവായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റ്. മുന്നോട്ട് പോവാം. കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ഓവർ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയില്ല. ബേസിക് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട് കേട്ടോ. ഡ്യൂ ടു ഡിസ്പേർഷൻ വിച്ച് കളർ ഡീവിയേറ്റ് മോർ? പ്രകാശ പ്രകീർണനം മൂലം ഏതു നിറമാണ് കൂടുതൽ വ്യതിയാനത്തിനിടയാവുന്നത്? നമുക്കറിയാം ഏത് നിറമാണ് മക്കളെ? യെസ്, വയലറ്റ്. വയലറ്റിനാണ് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്, വയലറ്റിനാണ് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത്, ഇഫ് ദ വേവ് ലെങ്ത് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ടു ദ ഡീവിയേഷൻ? തരംഗദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ വ്യതിയാനത്തിന് എന്ത് സംഭവിക്കും? നമുക്കറിയാം, വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ, തരംഗദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ ഡീവിയേഷൻ എന്തെയും കുറയും. രണ്ടും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്, വിപരീത അനുപാതത്തിലാണ്. തരംഗദൈർഘ്യം കൂടിയാൽ വ്യതിയാനം കുറയും, ഡീവിയേഷൻ കുറയും. വേവ് ലെങ്ത് കൂടിയാൽ, ഉദാഹരണം റെഡ് ആണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, പക്ഷെ റെഡിന് ഡീവിയേഷൻ കുറവാണ് എന്ന കാര്യം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അടുത്തതിലൂടെ നടന്നാലോ. നെക്സ്റ്റ് വൺ, what are the factors on which deviation of a ray of a light depend? ഈ വ്യതിയാനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡീവിയേഷനെ അഫക്ട് ചെയ്യുന്നത്? നമുക്ക് നോക്കിയാലോ. എല്ലാവരും ശ്രദ്ധിക്കുക, 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്നാമത്തെ,
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം n എന്ന് പറഞ്ഞു പഠിച്ചിട്ടില്ലേ? n എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 9ാം ക്ലാസ്സിലൊക്കെ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ വേവ് ലെങ്ത് ആണ് തരംഗ ദൈർഘ്യം. സോ 2 ഫാക്ടേഴ്സ് ആണ് വ്യതിയാനത്തിനെ സ്വാധീനിക്കുന്നത്, ഡീവിയേഷൻ അഫക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, രണ്ടാമത്തെ എന്താണ് വേവ് ലെങ്ത്. കൃത്യമായി തന്നെ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം അഥവാ വർണ്ണരാജി എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന വിബ്ജിയോർ എന്ന് പറയുന്ന നിറങ്ങളുടെ എല്ലാം വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം എന്ന് പറയുക. വിബ്ജിയോർ എന്ന് നമ്മൾ പറയപ്പെടുന്ന നിറങ്ങളുണ്ടല്ലോ, ആ നിറങ്ങളുടെ എല്ലാം വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം എന്ന് പറയുക. നോക്കിക്കേ ഈ ഒരു അറേഞ്ച്മെന്റ്, കാരണം റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അവൻ ഏറ്റവും അവസാനം. വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, അവൻ ഏറ്റവും ആദ്യം. സോ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ, വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിൽ ഈ പറയുന്ന നിറങ്ങളെ എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഈ ഒരു ശ്രേണിനെ, ഈ ഒരു അറേനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം എന്ന് പറയുക കേട്ടോ. ക്ലിയർ? അടുത്തിലൂടെ കിടക്കാം. വളരെ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കണം. റെയിൻബോ, മഴവിൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മഴവില്ലിന്റെ ഫോർമേഷൻ. മഴവില്ലിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം, കുഞ്ഞു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ചിത്രം, വേറെ ഒന്നും വേണ്ട, ഈ ഒരു ചിത്രം മാത്രം എന്റെ അനിയന്മാരും അനിയത്തിമാരും മനസ്സിലാക്കുക. അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന കാര്യം തിരിച്ചറിയുക. റൈറ്റ്? വേണം. കമോൺ ഗൈസ്. സൺലൈറ്റ് അഥവാ വൈറ്റ് ലൈറ്റ് ഈ മഴത്തുള്ളിയിലോട്ട് കടന്നു ചെല്ലുന്നു. അതിനകത്ത് 3 പ്രതിഭാസമാണ് നടക്കുക. ഒന്നാമത് നടക്കുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ആണ്, പ്രകാശ പ്രകീർണനം. അഥവാ സൺലൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ആണ്, ഒരു സമന്വത പ്രകാശമാണ് സൂര്യപ്രകാശം എന്ന് പറഞ്ഞു തന്നില്ലേ. സോ ഈ സൺലൈറ്റ് ഡിഫറെന്റ് കളേഴ്സ് ആയി സ്പ്ലിറ്റ് ആവുന്നു, അതാണ് ഡിസ്പേർഷൻ എന്ന് പറയുക. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അടുത്ത എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ ഈ മഴത്തുള്ളിയുടെ എതിർവശത്ത് തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക, ദാറ്റ് ഈസ് ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇവിടെ തട്ടി തിരിച്ചു വരുന്നില്ലേ, അതിനെ വിളിക്കുന്ന പേര് ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നാണ്. അതാണ് രണ്ടാമത് നടക്കുക. മൂന്നാമത് നടക്കുന്ന എന്താണ്? റിഫ്രാക്ഷൻ, അപവർത്തനം, പുറത്തോട്ട് വരിക. ഇതാണ് അപവർത്തനം. റൈറ്റ്? സോ 3 പ്രോസസ്സാണ്. ഒന്നാമത്തെ ഡിസ്പേർഷൻ, രണ്ടാമത്തെ ഇന്റേണൽ റിഫ്ലക്ഷൻ ആന്തര പ്രതിപതനം, മൂന്നാമത്തെ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. ഇങ്ങനെ പുറത്തു വരുന്ന ലൈറ്റ് റേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡുമാണ്. കൃത്യമായി മനസ്സിലാക്കണം. ഒരു മഴത്തുള്ളിയിൽ നിന്ന്, ഇത് പ്രൈമറി റെയിൻബോ ഫോർമേഷൻ ആണ്. റൈറ്റ്? ഈ മഴത്തുള്ളിയിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മുകളിലുള്ളത് വയലറ്റും താഴെയുള്ളത് റെഡുമാണ്. ശരിയല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ ശരിക്കുള്ള മഴവിൽ നോക്കിക്കേ, മുകളിൽ ഏതാണ്? മുകളിൽ റെഡാണ്, താഴെ വയലറ്റ് ആണ്. ഇതെന്താ ഇങ്ങനെ? ഇവിടെ പുറത്തു വരുന്നതിൽ മുകളിൽ വയലറ്റും താഴെ റെഡും ആണ്. ശരിക്കുള്ള മഴവിൽ മുകളിൽ റെഡും താഴെ വയലറ്റും ആണ്. ശരിക്കുള്ള മഴവിൽ ഒരു മഴത്തുള്ളിയിലൂടെ മാത്രം പ്രകാശം കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നതല്ല എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. റൈറ്റ്? അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അതിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഒരു ചെറിയൊരു ചോദ്യം കൂടി നോക്കാം. റെയിൻബോ ഈസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും? നിങ്ങൾ എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്, മഴവില്ലിന് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും സൺ ഉണ്ടാവുക. എവിടെയാണോ റെയിൻബോ ഫോർമേഷൻ നടക്കുന്നത് അതിന്റെ എതിർവശത്തായിരിക്കും എന്തുണ്ടാവുക? സൂര്യൻ ഉണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കുക. സോ ഈസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ സൺ എവിടെയായിരിക്കും? സണ്ണ് വെസ്റ്റിലായിരിക്കും. മഴവില്ല് കിഴക്കാണെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും? പടിഞ്ഞാറായിരിക്കും. റെഡി? അടുത്തല്ലോട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ശരിക്കുള്ള മഴവില്ലും ഒരു മഴത്തുള്ളിയിലൂടെ പുറത്തു വരുന്ന നിറങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനൊരു 2 മഴത്തുള്ളി വെച്ച് ഞാൻ ഇതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഒന്നാമത്തെ മഴത്തുള്ളിയിലൂടെ മുകളിൽ വരുന്ന നിറം വയലറ്റും താഴെ വരുന്ന നിറം റെഡും ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ മഴത്തുള്ളിയിൽ മുകളിൽ വയലറ്റും താഴെ റെഡും ആണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന ഒന്നാമത്തെ മഴത്തുള്ളിയിൽ നിന്നുള്ള, ശ്രദ്ധിക്കടാ, ഒന്നാമത്തെ മഴത്തുള്ളിയിൽ നിന്നുള്ള റെഡും രണ്ടാമത്തെ മഴത്തുള്ളിയിൽ നിന്നുള്ള വയലറ്റും കൂടി ചേർന്നിട്ട് നമ്മൾ കാണുമ്പോൾ മുകളിൽ റെഡും താഴെ വയലറ്റും ആയി തോന്നുന്നില്ലേ? റൈറ്റ്? ഇതാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഇതിനെ ഓവർ ആഴത്തിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു മഴത്തുള്ളിയിൽ നിന്ന് വരുമ്പോൾ മുകളിൽ വയലറ്റും താഴെ റെഡും ആണ്. പക്ഷെ ശരിക്കുള്ള റെയിൻബോയിൽ മുകളിൽ റെഡും താഴെ വയലറ്റും ആണുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അതിന് നമ്മൾ കാണുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ മഴത്തുള്ളിയിൽ നിന്ന് താഴെ വരുന്ന റെഡും രണ്ടാമത്തെ നിന്ന് മുകളിൽ വരുന്ന വയലറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്? അപ്പോൾ മുകളിൽ റെഡും താഴെ എന്തായിരിക്കും? അപ്പോൾ മുകളിൽ റെഡും താഴെ വയലറ്റും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഫൈൻ. ഇതാണ് ഒബ്സർവറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതിലൂടെ കിടക്കാം റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്, വർണ്ണങ്ങളുടെ പുനഃസംയോജനം എന്ന് പറയാം. അതായത് 2 പ്രിസങ്ങൾ. ഒന്നാമത്തെ പ്രിസം വെച്ചാൽ നമുക്കറിയാം ഡിസ്പേർഷൻ സംഭവിക്കുക. അപ്പൊ അടുത്തൊരു പ്രിസം തലകീഴായിട്ട് വെച്ചിരിക്കുന്നു, 2 പ്രിസങ്ങൾ. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന നിറം ഏതാന്ന് നമുക്ക് നോക്കിയാലോ? സിമ്പിൾ. ഒന്നാമത്തെ പ്രിസം വെച്ചപ്പോൾ അവിടെ ഡിസ്പേർഷൻ സംഭവിച്ചു, വ്യത്യസ്തമായ ഘടകവർണ്ണങ്ങളായിട്ട് സ്പ്ലിറ്റായി. അടുത്തൊരു പ്രിസം തലകീഴായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്പ്ലിറ്റായ കളേഴ്സ് ഒക്കെ എന്തായി? വീണ്ടും കൂടിച്ചേരുന്നു. എന്നിട്ട് ഇവിടെ എന്താണ് വരിക? അതേ വൈറ്റ് ലൈറ്റ് ആണ്. ഇവിടെ നമ്മൾ കടത്തിവിടുന്ന അതേ വൈറ്റ് ലൈറ്റ് ആണ് ഇവിടെയും പുറത്തോട്ട് വരിക എന്ന കാര്യം മനസ്സിലാക്കുക. ക്ലിയർ?
സെറ്റ് അല്ലേ? സോ 2 പ്രശ്നങ്ങൾ വെച്ചാൽ ഇവിടെ സ്പ്ലിറ്റ് ആയ കളേഴ്സ് എല്ലാം വീണ്ടും റീകമ്പൈൻ ചെയ്ത് വൈറ്റ് ലൈറ്റ് തന്നെയായിട്ട് പുറത്തു വരും കേട്ടോ. അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ആണ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് നിങ്ങൾക്ക് അറിയണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആ പേരിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് അഥവാ വൈദ്യുത കാന്തിക മണ്ഡലങ്ങൾ മൂലം ഉണ്ടാവുന്ന തരംഗങ്ങളെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുക. ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് മൂലം ഉണ്ടാവുന്ന വേവ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുക. അത് മനസ്സിലാക്കിയാൽ മതി. അവയുടെ പ്രോപ്പർട്ടീസ് ഒരു 3 പ്രോപ്പർട്ടീസ് മനസ്സിലാക്കിയാൽ മതി. അവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാവൽ. വാക്വം കണ്ടീഷനിൽ അവ ട്രാവൽ ചെയ്യും. വാക്വം കണ്ടീഷനിൽ ട്രാവൽ ചെയ്യും. അവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട, മീഡിയം വേണ്ട. ഒന്നാമത്തെ. രണ്ടാമത്തെ പോയിന്റ്, വാക്വത്തിൽ അവയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. ശൂന്യതയിൽ അവ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ അവർ സഞ്ചരിക്കുന്നു. അടുത്തത്, അവ എനർജി ക്യാരി ചെയ്യുന്നു. അവ ഊർജം വഹിക്കുന്ന വേവുകളാണ്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റി നിങ്ങൾ അറിയേണ്ടത് കേട്ടോ. അടുത്തത്, ഇനി സ്പെക്ട്രത്തിലോട്ട് കിടക്കാം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അവയുടെ വേവ് ലെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്പെക്ട്രത്തിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുക. വൈദ്യുത കാന്തിക തരംഗങ്ങളെ അവയുടെ തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന, ക്രമീകരിച്ചിരിക്കുന്ന ഒരു ശ്രേണിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? ആദ്യം എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് മനസ്സിലാക്കുക, അവയുടെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുക, പിന്നെ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് മനസ്സിലാക്കുക. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അവയുടെ തരംഗ ദൈർഘ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്പെക്ട്രത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. റെഡിയല്ലേ? ഫൈൻ. ഇനി നമുക്ക് ആ ചിത്രത്തിലോട്ട് കിടക്കാം. വാടാ, ചിത്രം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് കൂടുതലാണ്. ഗാമ വേവ്സിന് വേവ് ലെങ്ത് കുറവാണ്. ഓക്കെ, പക്ഷെ എനർജി നേരെ ഉൾട്ടയാണ് കേട്ടോ. ഗാമയ്ക്ക് എനർജി കൂടുതലാണ്. റേഡിയോ വേവ്സിന് എനർജി എന്തായിരിക്കും? യെസ്, എനർജി കുറവായിരിക്കും. ഈ കാര്യം മനസ്സിലാക്കണേ. വേവ് ലെങ്ത് കൂടുതൽ ആർക്കാണ്? റേഡിയോ വേവ്സിനാണ്. വേവ് ലെങ്ത് കുറവ് ആർക്കാണ്? ഈ പറയുന്ന ഗാമ റേസിനാണ് കേട്ടോ. പക്ഷെ എനർജി ഗാമയ്ക്ക് കൂടുതലും റേഡിയോന് കുറവും ആയിരിക്കും കേട്ടോ. എല്ലാത്തിന്റെയും കൃത്യമായ മെഷർമെന്റുകളും നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ വിസിബിൾ ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഒരു റീജിയൻ അഥവാ അൾട്രാ വയലറ്റിനും ഇൻഫ്രാറെഡിനും ഇടയിലാണ് ആര് വരിക? വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ വരിക. അൾട്രാ വയലറ്റിനും ഇൻഫ്രാറെഡിനും ഇടയിലാണ് വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ വരിക. ഈ വിസിബിൾ ലൈറ്റിന്റെ റീജിയന്റെ വേവ് ലെങ്ത് അറിഞ്ഞിരിക്കണം. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. എത്രയാടാ? 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ. പഠിക്കേണ്ടതാണ്, കൃത്യമായി പഠിക്കേണ്ടത്. ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതാം. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. അത് കൃത്യമായി പഠിക്കണം. അത് ആർക്കിടയിലാണ് വരുന്നത്? അൾട്രാ വയലറ്റിനും ഇൻഫ്രാറെഡിനും ഇടയിലാണ് വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ വരുന്നത്. ഈ ഓർഡർ കൃത്യമായി മനസ്സിലാക്കുക. ആദ്യം ഗാമ, പിന്നെ എക്സ്റേ, പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെ വിസിബിൾ, പിന്നെ ഇൻഫ്രാറെഡ്, പിന്നെ റേഡിയോ. ആക്ച്വലി ഇവിടെ ഒരു മൈക്രോവേവ് കൂടി ഉണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ വേണ്ട, തരാത്ത കാര്യങ്ങളെ പറ്റി പഠിക്കാം, ഉള്ളതേ പഠിക്കാൻ വയ്യ അല്ലെ? റൈറ്റ്. ഇനി ഇവന്മാരുടെ അപ്ലിക്കേഷൻ കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഗാമ റേസ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും. റേഡിയോ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഗാമ റേസ് യൂസ് ചെയ്യാറുണ്ട്. എക്സ്റേ ഡയഗ്നോസിസ്, മെഡിക്കൽ ഡയഗ്നോസിസ്, എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞു വെച്ചാൽ, അസ്ഥികളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്റേ എടുക്കാറില്ലേ? ഉണ്ട്. അടുത്ത അൾട്രാ വയലറ്റ്, വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് അൾട്രാ വയലറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താ പറയുക, ഡിസിൻഫെക്ട് ചെയ്യാനൊക്കെ, സർജറിയിലൊക്കെ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി അൾട്രാ വയലറ്റ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഗാമയും കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ വേണ്ടതുകൊണ്ട് അത് ഞാൻ ഉൾപ്പെടുത്താത്തത്. അൾട്രാ വയലറ്റ് വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. വിസിബിൾ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നത്. അത് വലിയ റോളാണ് വിസിബിൾ ലൈറ്റിനുള്ളത് കേട്ടോ. ഇൻഫ്രാറെഡ്, റിമോട്ട് സ്വിച്ചുകൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് ആണ് കേട്ടോ. റിമോട്ട് പ്രവർത്തിക്കുന്ന ഇൻഫ്രാറെഡ് റേസ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. റേഡിയോ വേവ്സ്, മൊബൈൽ ഫോൺ, ടെലിവിഷൻ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്ന റേഡിയോ വേവ്സ് ആണ്. ഇതെല്ലാം പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ടതാണ്. വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് ഈ ചാപ്റ്റർ. ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഈ ചാപ്റ്ററിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന്റെ തലേനാളത്തെ ലൈവിൽ ഉണ്ടായിരിക്കും. ഗംഭീരമായ ലൈവാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുക, അന്തസ്സായിട്ട് പഠിക്കുക. കൂടെ ഉണ്ട് ഗൈസ്. സോ ലവ് യു ആൾ. ടേക്ക് കെയർ. കമന്റ് ചെയ്യാൻ മടി കാണിക്കരുത്. എല്ലാവരും കമന്റ് ചെയ്യുക. നമുക്ക് കാണാം.